സാംസ്കാരിക കലാകേരളത്തിൻ്റെ അന്ത്യാഞ്ജലി. പ്രശസ്ത സംഗീതജ്ഞൻ കെ.ജി. ജയന് അയ്യപ്പ ഭക്തിഗാനങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിലിടം നേടിയ സംഗീത പ്രതിഭയാണ് കെ.ജി. ജയൻ. രേഷ്മ ബാബു ഉണ്ട് വിവരങ്ങൾ നൽകാനായിട്ട്. രേഷ്മ, രാവിലെ മുതൽ തന്നെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു സംഗീത ലോകത്തിന് തീരാ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്ന്. ഇപ്പോൾ ഈ സംസ്കാരം സംബന്ധിച്ച വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? രജനി, ഇന്ന് പുലർച്ചെയായിരുന്നു കെ.ജി. ജയന്റെ അന്ത്യം സംഭവിച്ചത്. തൃപ്പൂണിത്തുറയിലെ വീട്ടിലായിരുന്നു അന്ത്യം. സംസ്കാരം നാളെയാണ് നടക്കുക. മനോജ് കെ. ജയന്റെ ഭാര്യ അടക്കമുള്ളവർ വിദേശത്താണ്. ഇവർ വരണം. അതിനു വേണ്ടിയിട്ടാണ് സംസ്കാര ചടങ്ങുകൾ നാളത്തേക്ക് മാറ്റിയിരിക്കുന്നത്. അതോടൊപ്പം നിലവിൽ ഭൗതികദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം സംഭവിച്ചത്. നേരത്തെ രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളികൾക്ക് എക്കാലത്തെയും പ്രിയങ്കരമായിട്ടുള്ള ഭക്തിസാന്ദ്രമായിട്ടുള്ള ഭക്തിഗാനങ്ങൾ സമ്മാനിച്ച ഒരു കൂട്ടുകെട്ടായിരുന്നു വിജയ ജയന്മാരുടേത്. അതിൽ വിജയൻ 1988 വിടവാങ്ങി. അതിനുശേഷം കെ.ജി. ജയൻ ഒറ്റയ്ക്കായിരുന്നു തൻ്റെ സംഗീത സബരിയ തുടർന്നത്. അതിനും തിരശീല വീണിരിക്കുകയാണ്. ഒരു കാലഘട്ടം തന്നെ ഇതോടുകൂടി മാഞ്ഞു പോവുകയാണ്. 63 വർഷത്തെ സംഗീത സബരിയ, പ്രത്യേകിച്ച് കർണാടക സംഗീതത്തെ അല്ലെങ്കിൽ ശാസ്ത്രീയ സംഗീതത്തെ ഇത്രത്തോളം ജനപ്രിയമാക്കിയ ഒരു കൂട്ടുകെട്ട് മറ്റൊന്നും ഉണ്ടാകില്ല. ജയവിജയന്മാരുടെ കൂട്ടുകെട്ടിലൂടെയാണ് ശാസ്ത്രീയ സംഗീതം ജനങ്ങൾ കൂടുതലായിട്ട് ശാസ്ത്രീയ സംഗീതത്തിന്റെ വശങ്ങളിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ജനപ്രിയതയിലേക്ക് കടന്നത്. അത്തരത്തിൽ ഭക്തിഗാനങ്ങൾ ഏറ്റവും കൂടുതൽ മലയാളി മൂളിയത് ജയവിജയന്മാരുടെ കൂട്ടുകെട്ടിലൂടെയാണ്. ശബരിമല ദേവസ്വം ഇറക്കിയ ഒരേ ഒരു ആൽബത്തിന്റെ ആ പാട്ട് ഇന്നും മലയാളി നെഞ്ചോട് ചേർക്കുന്നുണ്ട്. ശ്രീകോവിൽ നട തുറന്നപ്പോൾ ആ പാട്ട് അത് അത്രത്തോളം ഭക്തിസാന്ദ്രതയിൽ എത്താൻ അതിൻ്റെ ഈണവും ഒക്കെ തന്നെ കാരണമായിട്ടുണ്ട്. അത്തരത്തിൽ മലയാള ഭക്തിഗാന മേഖലയിലാണെങ്കിലും സിനിമാ മേഖലയിലാണെങ്കിലും ഒട്ടനവധി സംഭാവനകൾ നൽകിയ ഒരു സംഗീതജ്ഞനാണ് വിട പറയുന്നത്. ഈ 63 വർഷത്തെ സംഗീത സബരിയിൽ അദ്ദേഹം പലപ്പോഴും ജനങ്ങളോട് സംവദിച്ച വേളയിൽ അല്ലെങ്കിൽ സംസാരിച്ച സമയത്തൊക്കെ പറഞ്ഞിട്ടുള്ളത് തൻ്റെ ഏറ്റവും വലിയ അയ്യപ്പ ഭക്തനാണ്, അതുകൊണ്ട് തന്നെ അയ്യപ്പനാണ് എല്ലാം, അയ്യപ്പനിൽ എല്ലാം അലിഞ്ഞിരിക്കുന്നു എന്നാണ് ജയവിജയന്മാർ പല ഇന്റർവ്യൂകളിലും അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ മലയാള കാവ്യശൃംഖല അല്ലെങ്കിൽ ഭക്തിഗാന മേഖലയ്ക്ക് വലിയൊരു തീരാ നഷ്ടം തന്നെയാണ് കെ.ജി. ജയന്റെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു സംഗീത സബരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 63 വർഷം അദ്ദേഹം സിനിമാ ഗാനങ്ങൾ എഴുതി അതിന് ചിട്ടപ്പെടുത്തി, സംഗീതം ചിട്ടപ്പെടുത്തി. അതോടൊപ്പം തന്നെ നിരവധി ഗായകരെ ഭക്തിഗാന മേഖലയിലേക്ക് പി. ലീല ആദ്യമായിട്ടൊരു സ്ത്രീ ഭക്തിഗാനം ആലപിക്കുന്നത് ജയവിജയന്മാരുടെ കൂട്ടുകെട്ടിൽ പിറന്ന ഒരു ഗാനത്തിലൂടെയാണ്. ഒപ്പം തന്നെ ശബരിമല അയ്യപ്പന്റെ പേരിൽ നിരവധി ഗാനങ്ങൾ ജയവിജയ കൂട്ടുകെട്ടിൽ പിറന്നിട്ടുണ്ട്. അത്തരത്തിൽ വലിയൊരു ശാസ്ത്രീയ സംഗീതത്തെ ഭക്തിഗാനവുമായിട്ട് ലയിപ്പിച്ച് മലയാളികൾക്ക് നിരവധി ഗാനങ്ങൾ നൽകിയ അല്ലെങ്കിൽ ഭക്തി സാന്ദ്രമായിട്ടുള്ള ഒട്ടനവധി ഗാനങ്ങൾ മൂളാൻ മലയാളിക്ക് ഇടം നൽകിയ വ്യക്തി കൂടിയാണ് യവനപുരിയിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് മറയുന്നത്. എന്തായാലും പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ നാളെയായിരിക്കും ഉണ്ടാകുക. രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ അദ്ദേഹത്തെ അനുസ്മരിക്കുകയും ചെയ്യുന്നുണ്ട്. പലരും പറയുന്നത് കാരണം അദ്ദേഹത്തിന്റെ ആ ഗാനങ്ങൾ, അതിൻ്റെ ഊഷ്മളത അല്ലെങ്കിൽ മനോഹാരിത, ആ വരികളിലെ ആ ഈണങ്ങളിലെ ആ ഭക്തി സാന്ദ്രത തന്നെയാണ് പലരും നമ്മൾ സംസാരിച്ച സമയത്തൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും സംസ്കാരം നാളത്തേക്കാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ബന്ധുക്കൾ എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ചടങ്ങുകൾ മാറ്റിയിരിക്കുന്നത്. മൃതദേഹം നിലവിൽ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. രജനി. രേഷ്മ, സംഗീതജ്ഞൻ, പാട്ടുകാരൻ എന്നതിലൊക്കെ ഉപരിയായിട്ട് അദ്ദേഹത്തെ നമ്മൾ കാണുന്നത് പച്ചയായ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഒപ്പം ഹൈന്ദവതയിൽ ഊന്നി നിന്നുള്ള അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളൊക്കെ തന്നെ നമുക്കറിയാം. ഈ ശബരിമല സമയത്തൊക്കെ തന്നെ, ഈ യുവതീ പ്രവേശന സമയത്തൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വിവിധ വിഷയങ്ങളിൽ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ശക്തമായ രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളൊക്കെ തന്നെ ഉയർന്നു വന്നിട്ടുമുണ്ട്.
രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ കടുത്ത അയ്യപ്പ വിശ്വാസി, അത് അദ്ദേഹം എവിടെയും തുറന്നു പറഞ്ഞിട്ടുണ്ട്. ശബരിമല പ്രക്ഷോഭ സമയത്താണെങ്കിൽ കൂടി ശക്തമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കാൻ KG ജയന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി അദ്ദേഹം മലയാളികളുടെ മനസ്സിൽ അയ്യപ്പ ഭക്തിഗാനങ്ങളിലൂടെയാണ് ചേക്കേറിയത്. അത് തൻ്റെ വിശ്വാസം, അത് അയ്യപ്പനിലെല്ലാം ലയിച്ചു, എല്ലാം താൻ നേടിയത് നേട്ടങ്ങളൊക്കെ തന്നെ അയ്യപ്പനിലൂടെയാണ് ലഭിച്ചതെന്ന് ഓരോ അഭിമുഖങ്ങളിലും ജയവിജയന്മാർ പറഞ്ഞിരുന്നു. 88-ൽ വിജയന്റെ വിയോഗത്തോടു കൂടി ഒറ്റയ്ക്കായി എങ്കിലും ആ സംഗീത സബരിയിലൊക്കെ തന്നെ അയ്യപ്പന്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ അദ്ദേഹം തുറന്നു പറഞ്ഞ ഒരു സാഹചര്യമുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ വലിയ സംഭാവനകൾക്ക് രാജ്യം 2019-ൽ പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു. ഹരിവരാസനം പുരസ്കാരം അടക്കം അദ്ദേഹം നേടിയിട്ടുണ്ട്. നിരവധി അയ്യപ്പ ഭക്തി ഗാനങ്ങൾക്ക് ഈണം പകർന്നതോടൊപ്പം രചനയും നിർവഹിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു അയ്യപ്പ ഭക്തൻ, അതിനേക്കാൾ ഉപരി ഭക്തിഗാന മേഖലയിൽ വലിയ രീതിയിൽ സംഭാവന നൽകിയ ഒരു വ്യക്തി, സംഗീതജ്ഞൻ, കർണാടക സംഗീതത്തെയും ശാസ്ത്രീയ ശാഖയിലെ നക്ഷത്രദീപം തന്നെയാണ് വിട വാങ്ങിയിരിക്കുന്നത്. KG ജയൻ അന്തരിച്ചിരിക്കുന്നു. തൃപ്പൂണിത്തുറയിലെ വസതിയിലായിരുന്നു അന്ത്യം സംഭവിച്ചത്. സംസ്കാരം നാളെയാണ് നടക്കുന്നത്. രേഷ്മ ബാബുവാണ് തൃപ്പൂണിത്തുറയിലെ KG ജയന്റെ വീട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.